കനത്ത സുരക്ഷയിൽ നീറ്റ് പുനഃപരീക്ഷ എഴുതി വിദ്യാർത്ഥികൾ 5440 കേന്ദ്രങ്ങളിലായി 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പരാതികളും ആവർത്തിച്ചുള്ള വീഴ്ചയും ഒഴിവാക്കാൻ ജാഗ്രതയോടെയുള്ള ക്രമീകരണങ്ങളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരുക്കിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഡൽഹി ജന്തർ മന്ദിറിൽ രണ്ടാം ദിനവും തുടരുന്നു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കായി കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. 2.5 ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും 10,000-ത്തിലേറെ അർദ്ധസൈനികരെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചു. കൃത്യം 1:30 തന്നെ പരീക്ഷാ സെന്ററിലെ ഗേറ്റുകൾ അടച്ചു. ഡൽഹിയിൽ ഗതാഗത തടസ്സം കാരണം വൈകിയെത്തിയ വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ കഴിയാതെ മടങ്ങി. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുന്നറിയിപ്പും നിർദ്ദേശവും NTA നൽകിയിരുന്നു. കനത്ത സുരക്ഷയിൽ ഏറെ പ്രതീക്ഷയോടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി മടങ്ങി. കഴിഞ്ഞ പ്രാവശ്യത്തിനും ഈസി അതായിരുന്നു, ടഫായിരുന്നു. കഴിഞ്ഞ എക്സാമ്പിൾ അത്യാവശ്യം നല്ല സിമ്പിളായിരുന്നു. ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ടഫാണ്. നല്ല ടഫായിരുന്നു. ഫിസിക്സ് ഒക്കെ നല്ല ടഫായിരുന്നു. കെമിസ്ട്രി പാടായിരുന്നു. അത്ര എളുപ്പമില്ല, കുഴപ്പമില്ല. കുറച്ച് ടഫ് ഉണ്ടായിരുന്നു, ഞാനും എഴുതി. പശ്ചിമ ബംഗാളിൽ റോഡപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി വൈദ്യസഹായത്തോടെയാണ് പരീക്ഷ എഴുതിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഇടപെടലിനെ തുടർന്ന് പരീക്ഷാ കേന്ദ്രത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം രണ്ടാം ദിനവും ജന്തർ മന്ദിറിൽ തുടരുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെയും സമരം തുടരുമെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. I would request the NEET students, please first go and attend your exam. But once you are done with your exam, please do come at Jantar Mantar. We are continuing the protest. Yes, till the education minister resigns. ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളോട് അഭിജിത്ത് ദീപ്കെ ആഹ്വാനം ചെയ്തു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.